भाई मेरा खराब, अरे भाई मेरा क्यों खराब करूंगा मैं? ये काम आप लोग अंदर क्यों जा रहे हैं? अरे भाई मैंने नहीं किया, उसका कार्ड पीछा मुझे जमा था, उसने मेरे को समझाया। तुम ही बोल रही हो ना, मेरे को पहले नहीं बोला। प्रिया का भैया क्यों आगे नहीं? मेरे को बोल रहा है तू फालतू में, मैंने तेरा വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം നടത്തുന്ന മാർച്ച് അത് ഏറ്റവും വലിയ രീതിയിൽ പ്രതിഷേധാർഹമായിരിക്കുന്നു, പ്രതിഷേധപരമായിരിക്കുന്നു, സംഘർഷഭരിതമായിരിക്കുന്നു. ഇപ്പോൾ എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് കയറ്റുന്നു. ആ കാഴ്ച തന്നെയാണ് കാണുന്നത്. അറസ്റ്റ് സംഘർഷഭരിതമായിരുന്നു. നേരത്തെ ബാരിക്കേഡ് അടക്കം മറികടക്കാനായി എംപിമാർ ശ്രമിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ബസ്സിലേക്ക് എംപിമാരെ നീക്കുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിന് പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്ത്യ സഖ്യത്തിലുള്ള എല്ലാ എംപിമാരും ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നേരത്തെ അഖിലേഷ് യാദവും ശശി തരൂർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തു. ജനാധിപത്യത്തിന് മേലുള്ള വെല്ലുവിളിയാണ്, അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് അവിടെ ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് തെരുവുകളിലേക്ക് എംപിമാരെ കൊണ്ട് എത്തിച്ചത്. എംപിമാരെല്ലാവരും തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി നയിച്ച പ്രതിഷേധ മാർച്ചിലാണ് 300 എംപിമാർ പ്രതിപക്ഷത്തുള്ള ഇന്ത്യ സഖ്യത്തുള്ള 300 എംപിമാർ പങ്കെടുക്കുന്നത്. ബി.ജെ.പി. സർക്കാരിനെതിരെ, ബി.ജെ.പി. സർക്കാരിന്റെ ഇത്തരം ക്രമക്കേടുകൾക്കെതിരെ, ജനാധിപത്യത്തിന് മേലുള്ള വെല്ലുവിളിക്കെതിരെ, മതേതരത്തിന് എതിരെയുള്ള വെല്ലുവിളിക്കെതിരെ എല്ലാമാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധ മാർച്ചുമായി എംപിമാർ തെരുവിലേക്ക് ഇറങ്ങിയത്. കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കം ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. എ റഹീമും സന്തോഷ് കുമാറും അടക്കമുള്ള ഇടത് എംപിമാർ എല്ലാവരും തന്നെ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ആ കാഴ്ച അതിന്റെ